Hello students, Happy School by ഐഫറിന്റെ പുതിയൊരു കെമിസ്ട്രി ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ആസിഡ്സ്, ബേസസ് ആൻഡ് സോൾട്ട് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പം ചാപ്റ്ററിലേക്ക് കിടക്കുന്നതിന് മുമ്പേ ഏതെങ്കിലും ഒരു സോർ ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ട്സോ ഫുഡ് ഐറ്റംസോ ഒന്ന് ആലോചിച്ച് നോക്കിക്കുക. സോർ ടേസ്റ്റുള്ള, പുളിപ്പ് ടേസ്റ്റുള്ള ലെമൺ ഉണ്ട്, അതുപോലെ തന്നെ ഏതാണ് കേർഡ് ഉണ്ട്, വിനെഗർ ഉണ്ട്. ഇതിനൊക്കെ സോർ ടേസ്റ്റ് ആണല്ലേ. എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ചില ഫുഡ് ഐറ്റംസിന് സോർ ടേസ്റ്റ് വരാൻ കാരണം എന്ന്? അതിന്റെ പിന്നിൽ ഒരു കെമിസ്ട്രി ഉണ്ട്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് ആസിഡ്സ് ടേസ്റ്റ് സോർ. അതായത് എന്താണ്, അപ്പൊ നമുക്ക് ഫസ്റ്റ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ്സ് കിട്ടി. എന്താണ്? ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ആസിഡ്സ് ഓൾ ആസിഡ്സ് സോർ ടേസ്റ്റ്. അപ്പം എന്താണ് സോർ ടേസ്റ്റ് ആണ്, സോർ ടേസ്റ്റ് ആണ് എല്ലാ ആസിഡ്സിനും. അതുപോലെ തന്നെ കൊറോസീവ് ആണ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഡാമേജ് ദ സർഫസ് ദേ ആർ ഇൻ കോണ്ടാക്ട് വിത്ത്. അപ്പം ആസിഡ് നമ്മൾ കയ്യിലാക്കി കഴിഞ്ഞാൽ നമ്മളെ കൈ എന്തായിരിക്കും? സ്കിന്നൊക്കെ ഡാമേജ് ആയിക്കളയും. അപ്പോൾ ആസിഡ്സിന് എന്തൊരു ക്യാരക്ടർ ഉണ്ട്? ആസിഡ്സ് കൊറോസീവ് ആണ്. ദേ ഡാമേജ് ദ മെറ്റീരിയൽ. ഓക്കെ. അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റ്. ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ 7th സ്റ്റാൻഡേർഡിലൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ലേ, ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ടുള്ള ആസിഡ്സിന്റെയും ബേസിസിന്റെയും ടെസ്റ്റ് ഒക്കെ. അപ്പോൾ ലിറ്റ്മസ് ടെസ്റ്റിൽ ആസിഡ്സിന്റെ കേസ് എങ്ങനെയാണ് വരുന്നത്? ആസിഡ്സ് ടേൺസ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടു റെഡ്. ഓക്കെ. ആസിഡ്സ് ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് നമ്മൾ ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ടേൺസ് റെഡ്. ക്ലിയർ അല്ലേ? അതാണ് അതിന്റെ കളർ ചേഞ്ച്. ഓക്കെ. പിന്നെ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ എന്താണ്? നമ്മൾ വാട്ടറിൽ ആസിഡ് ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇത് ഡിസോസിയേറ്റ് ഇൻ ടു H+ അയോൺസ്. ഓക്കെ. ദേ പ്രൊഡ്യൂസ് ഹൈഡ്രജൻ അയോൺസ് ഇൻ വാട്ടർ. ക്ലിയർ അല്ലേ? ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ്സ്. അപ്പോൾ എന്തൊക്കെയാണ് ആസിഡ്സിന്? ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ് ആണ്, പുളിപ്പ് ടേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ കൊറോസീവ് ആണ്, ദ ഡാമേജ് ദ സർഫസ്. അതുപോലെ തന്നെ എന്താണ്? ലിറ്റ്മസ് ടെസ്റ്റിൽ എങ്ങനെയിരിക്കും? ദ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നമ്മളൊരു ബ്ലൂ ലിറ്റ്മസ് പേപ്പർ എടുത്തിട്ട് ആസിഡിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കളർ ചേഞ്ച് എങ്ങനെയായിരിക്കും? റെഡ് കളർ ആയിരിക്കും. അപ്പം ആസിഡ് എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എന്താണ്? റെഡ് എന്ന് ആലോചിക്കുക. അപ്പം എന്താണ്? ബ്ലൂ ലിറ്റ്മസിനെ റെഡ് ആക്കിയിട്ട് കളർ ചേഞ്ച് ആയിരിക്കും. അതുപോലെ തന്നെ H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആസിഡ്സിന്റെ കേസിൽ എന്താണ്? H+ അയോൺസ് ആണ് കേട്ടോ. H+ അയോൺസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ എന്താണ്? ഇതൊക്കെയാണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ആസിഡ്സ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ സോർ ടേസ്റ്റ് ആണ്, പുളിപ്പ് ടേസ്റ്റ് ആണ് ഉണ്ടായിരിക്കുക, മെറ്റീരിയൽസിനെ ഡാമേജ് ആക്കും. അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റ്. ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആസിഡ്സിന്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. എന്തൊക്കെയാണ്? HCl. HCl നമുക്കറിയാലേ, നമ്മുടെ സ്റ്റൊമക്കിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്റ്റൊമക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡാണ് HCl അല്ലെ, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതിന്റെ ഫോർമുല എന്താ വരുന്നത്? HCl. ഓക്കെ. അതിന്റെ ഫോർമുല എന്താ വരുന്നത്? HCl, ഹൈഡ്രോക്ലോറിക് ആസിഡ്. നെക്സ്റ്റ് എന്താണ്? സൾഫ്യൂരിക് ആസിഡ്, H2SO4. കിങ് ഓഫ് കെമിക്കൽസ് എന്നൊക്കെ പറയുമല്ലേ, നമ്മുടെ കിങ് ഓഫ് കെമിക്കൽ ആയിട്ടുള്ള എന്താണ്? സൾഫ്യൂരിക് ആസിഡ്. അതും ഒരു ആസിഡിന്റെ എക്സാമ്പിൾ ആണ്. അതുപോലെ തന്നെ നൈട്രിക് ആസിഡ്, കാർബോണിക് ആസിഡ്. കാർബോണിക് ആസിഡ് നമുക്കറിയാം മക്കളെ, നമ്മൾ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഒക്കെ അല്ലേ, പെപ്സി, കൊക്കക്കോള, ഫീസ്, അതിലൊക്കെ എന്താണുള്ളത്? കാർബോണിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. ഇതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള ആസിഡ്സിന് എക്സാമ്പിൾസ്. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ഓർഗാനിക് ആസിഡ്സ്. നമ്മൾ പറഞ്ഞു നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ, അതായത് വിനെഗറിൽ, കേർഡിൽ ഒക്കെ ആസിഡ്സ് പ്രസന്റ് ആണെന്ന് പറഞ്ഞു അല്ലേ. പക്ഷെ നമ്മൾ പറഞ്ഞു ആസിഡ്സ് എന്താണ്? കൊറോസീവ് ആണ്. അപ്പം എങ്ങനെ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ കൺസ്യൂം ചെയ്യുക? ആസിഡ്സ് കൊറോസീവ് ആണെങ്കിൽ നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റില്ലല്ലോ. പക്ഷേ നമ്മൾ ഫുഡ് ഐറ്റംസിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസിൽ പ്രസന്റ് ആയിട്ടുള്ള ആസിഡ്സ് എന്താണ്? ഓർഗാനിക് ആസിഡ്സ് ആണ്, അതായത് വീക്ക് ആസിഡ്സ് ആണ്. നമ്മൾ ആസിഡ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു എന്താണ്? H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. വാട്ടറിൽ ഡിസോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്തിട്ട് H+ അയോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞല്ലേ. പക്ഷേ ഓർഗാനിക് ആസിഡ്സിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യില്ല, പാർഷ്യലി എന്ത് ചെയ്യുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്യുള്ളൂ. അത് പാർഷ്യൽ ഡിസോസിയേഷൻ ആണ് എന്തിന്റെ കേസിൽ?
പാർഷ്യൽ ഡിസോസിയേഷൻ ആണ് ഓർഗാനിക് ആസിഡ്സിന്റെ കേസിൽ വരുന്നത്. അപ്പോൾ അത് ഇൻകംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ വാട്ടർ. ഇൻഓർഗാനിക് ആസിഡ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ്, നൈട്രിക് ആസിഡ്, HCl ഇതൊക്കെ എന്താണ് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും. അതുകൊണ്ടാണ് അത് കോൺസെൻട്രേറ്റഡ് ആസിഡ്സ് ആണ്, കൊറോസീവ് ആണെന്ന് നമ്മൾ പറയാൻ കാരണം. പക്ഷേ നമ്മൾ ഫുഡ് ഐറ്റംസിൽ പ്രസന്റ് ആയിട്ടുള്ള, അതായത് ലാക്റ്റിക് ആസിഡ്, അതുപോലെ തന്നെ അസറ്റിക് ആസിഡ്, സിട്രിക് ആസിഡ്. ലാക്റ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണ് പ്രസന്റ് ആയിട്ടുള്ളത്? നമ്മുടെ ഡയറി പ്രോഡക്ട്സ്, നമ്മൾ കേർഡ്, മിൽക്ക്, ഇതിലൊക്കെ എന്താണ് പ്രസന്റ് ആയിട്ടുള്ളത്? ലാക്റ്റിക് ആസിഡ് ആണ്. അസറ്റിക് ആസിഡോ നമ്മുടെ വിനെഗർ, നമ്മൾ പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യും അല്ലേ, അതായത് പ്രിസർവേറ്റീവ് ആയിട്ട് പിന്നെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അസറ്റിക് ആസിഡ്, വിനെഗർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്താണ്? ഓർഗാനിക് ആസിഡ് ആണ്. അതുകൊണ്ടാണല്ലേ നമുക്കത് കൺസ്യൂം ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിട്രിക് ആസിഡ്. സിട്രിക് ആസിഡ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ്, ലെമൺ, ഓറഞ്ച്, ഇതിലൊക്കെ എന്താ ഉള്ളത്? സിട്രിക് ആസിഡ് ആണ് പ്രസന്റ് ആയിട്ടുള്ളത്. അതൊക്കെ എന്താണ്? മൈൽഡർ ആണ്, വീക്ക് ആണ്. ക്ലിയർ അല്ലേ? മൈൽഡർ ദാൻ ഇൻഓർഗാനിക് ആസിഡ്സ്. ഓക്കെ, അപ്പോൾ ഇൻകംപ്ലീറ്റ് ബ്രേക്ക് ഡൗൺ ഇൻ വാട്ടർ ആണ്, കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യില്ല, H+ അയോൺസ് കംപ്ലീറ്റ്ലി പ്രൊഡ്യൂസ് ചെയ്യില്ല, അതുപോലെ തന്നെ വീക്കർ ആണ്. ക്ലിയർ അല്ലേ? ഓർഗാനിക് ആസിഡ്സ് എന്താണ്? അതിൻ്റെ എക്സാമ്പിൾസ് ഒക്കെയാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ആസിഡ്സിനെ പറ്റി പറഞ്ഞു അല്ലേ. ആസിഡ്സ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസും ഡെഫിനിഷനും ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്തു അല്ലേ. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്? ബേസസിനെ പറ്റിയിട്ടാണ്. ബേസസ്, നമ്മൾ ആസിഡ്സിന്റെ കേസിൽ നമ്മൾ പറഞ്ഞത് എന്താണ്? സോ ടേസ്റ്റ് ആണെന്ന് പറഞ്ഞതല്ലേ. പക്ഷെ ബേസസിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും ആസിഡ്സിന് ഉണ്ടാവുക. ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ആസിഡ്സിന് എന്താണ്? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ സ്ലിപ്പറി ഫീൽ ആയിരിക്കും. നമ്മൾ എന്താണ്, നമ്മൾ സോപ്പ്, അതുപോലെ തന്നെ ഷാമ്പൂ, ടൂത്ത് പേസ്റ്റ്, ഇതിലൊക്കെ എന്ത് പ്രസന്റ് ആണ്? ബേസ് പ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു സ്ലിപ്പറി ഫീൽ അല്ലേ, ഒരു സോപ്പി ഫീൽ അല്ലേ. അത് എന്താണ്? ബേസസിന്റെ ഒരു ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതായത് ബേസസിന് സ്ലിപ്പറി ഫീൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്ലിപ്പറി ഫീൽ ആയിരിക്കും. അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റ്. ലിറ്റ്മസ് ടെസ്റ്റിൽ എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ആസിഡ്സിന്റെ കേസിൽ പറഞ്ഞിരുന്നു ദ ടേൺ ബ്ലൂ ലിറ്റ്മസ് ടു റെഡ്. നമ്മൾ ആസിഡ്സിന്റെ കേസിൽ അങ്ങനെയല്ലേ പറഞ്ഞത്. പക്ഷേ ബേസസിന്റെ കേസിൽ എങ്ങനെയാണ് വരുന്നത്? ദ ടേൺ റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ബേസ് ബ്ലൂ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ബേസ് എങ്ങനെയാണ്? BB എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ ബേസ് ടേൺസ് റെഡ് ലിറ്റ്മസ് ടു ബ്ലൂ. ക്ലിയർ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? കൊറോസീവ് ആണ്. കൊറോസീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലേ, ദ ഡാമേജ് ദ സർഫസ്. അതുപോലെ തന്നെ ബേസിന്റെ കേസിലും എന്താണ്? കൊറോസീവ് ആണ്. ഓക്കെ, ദീസ് ആർ ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബേസസ്. ക്ലിയർ അല്ലേ? ബിറ്റർ ടേസ്റ്റ് ആയിരിക്കും, കയ്പ്പ് ടേസ്റ്റ് ആയിരിക്കും, അതുപോലെ തന്നെ എന്താണ്? സോപ്പി ടെക്സ്ചർ ആയിരിക്കും. നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ സോപ്പി ഫീൽ ഉണ്ടായിരിക്കും, വഴുവഴുപ്പ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റിലുള്ള കളർ ചേഞ്ച് ആണ്, കൊറോസീവ് ആണ്. ക്ലിയർ അല്ലേ? കൈപ്പേറിയ ടേസ്റ്റ് ആണ്, വഴുവഴുക്കൽ അനുഭവം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ലിറ്റ്മസ് ടെസ്റ്റിലുള്ള കളർ ചേഞ്ച് ആണ്. അതുപോലെ തന്നെ എന്താണ്? കൊറോസീവ് ആണ്. ക്ലിയർ അല്ലേ? ഇതാണ് ബേസസിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമ്പിൾസ് ആണ്. ബേസസിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ബേസസിന്റെ എക്സാമ്പിൾസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ്, സോപ്പിന്റെ ബേസ് ആയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യല്ലേ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓൾസോ നോൺ ആസ് കോസ്റ്റിക് സോഡ. കോസ്റ്റിക് സോഡ എന്നും കൂടെ പറയും. കോസ്റ്റിക് സോഡ എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. നെക്സ്റ്റ് എന്താണ്? അമോണിയ. അമോണിയ നമ്മൾ മെയിനായിട്ട് അമോണിയം ഹൈഡ്രോക്സൈഡ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ക്ലീനിങ് പർപ്പസസിനൊക്കെ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ സ്ലേക്കഡ് ലൈം, നമ്മൾ സോയിലൊക്കെ അല്ലേ, നമ്മുടെ സോയിലൊക്കെ അസിഡിക് ആയിട്ടുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും? സ്ലേക്കഡ് ലൈംസ്, അതായത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് യൂസ് ചെയ്യും. ക്ലിയർ, കുമ്മായപ്പൊടി എന്നൊക്കെ പറയും. ഓക്കെ, അതുപോലെ തന്നെ നെക്സ്റ്റ് മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്താണ്? അതൊരു മിൽക്ക് ഓഫ് മെഗ്നീഷ്യ എന്നും കൂടെ പറയും. അതൊരു ആൻറ്റാസിഡ് ആണ്. നമുക്ക് ആസിഡിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആൻറ്റാസിഡ് ആണ് എന്ത്? മിൽക്ക് ഓഫ് മെഗ്നീഷ്യ അല്ലെങ്കിൽ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ദീസ് ആർ ദ കോമൺ എക്സാമ്പിൾസ് ഓഫ് ബേസസ്. അപ്പോൾ നമ്മൾ ബേസസിന്റെ എക്സാമ്പിൾസും അതുപോലെ തന്നെ അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും പറഞ്ഞല്ലേ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ മെയിനായിട്ട് പറഞ്ഞത് എന്താണ്? ആസിഡ്സും അതിന്റെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സും ഓർഗാനിക് ആസിഡ്സും അതുപോലെ തന്നെ ബേസസും എക്സാമ്പിൾസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ റിയാക്ഷൻസും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താങ്ക് യു.